ഈ ടെലിവിഷൻ ചാനലുകളോടൊക്കെ വളരെ താല്പര്യം പ്രകടിപ്പിച്ച ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു MT. പല ആളുകളും എന്നോട് പറയാറുണ്ട്, നമ്മൾ വിചാരിക്കും നമ്മളെ അവർക്ക് അദ്ദേഹത്തിന് അറിയില്ല എന്ന്. അദ്ദേഹത്തിന് വളരെ വളരെ അവഗാഹത്തോടെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന മറ്റൊരു കാര്യം. ഇപ്പോൾ ഷാഫി പറമ്പിൽ MP കൂടി പ്രതികരിക്കുന്നു MTയെക്കുറിച്ച്. വിശേഷിപ്പിച്ചാൽ അത് MT, ഒരു മനുഷ്യനെന്ന് വിളിച്ചാൽ MT വാസുദേവൻ നായർ, അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ. എനിക്ക് തോന്നുന്നു ആർക്ക് എത്ര ഊഴം കൊടുത്താലും, രണ്ടാമതൊരു ഊഴമല്ല, എത്രയോ ഊഴം ആർക്ക് കൊടുത്താലും ഇതുപോലെ ആവാൻ ഇനിയൊരാൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. പാലക്കാടിന്റെ ഗ്രാമീണത, പാലക്കാടിന്റെ മനുഷ്യർ, അതാണ് ഞാൻ പറഞ്ഞു. ഓരോ മലയാളിയുടെയും ആളാവുന്നു, അതിനപ്പുറത്ത് ലോകത്തുള്ള ഓരോ മനുഷ്യന്റെയും ആളാവുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നാടിനെ, മനുഷ്യരെ, ജീവിതത്തെ, ഭാഷയെ ഇതുപോലെ ലോകത്തെ പരിചയപ്പെടുത്തിയ മറ്റാരും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയൊരാൾക്കും അതാണ്, എത്ര ഊഴം കൊടുത്താലും അതുപോലെ ആവാനും കഴിയില്ല. അഭിലാഷേ, അത് തന്നെയാണ്. അതിനപ്പുറത്ത് ഒരു ആ വിധത്തിലുള്ള ഒരു ഊഴത്തിനപ്പുറത്ത് നേരത്തെ രാജശേഖരൻ പറഞ്ഞ വഴികൾക്കും പറമ്പിൽ MP പ്രതികരിക്കുകയായിരുന്നു. ഒരുപക്ഷെ MTയെ പോലെ ഒരാൾ, അത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മളിനി ഒരുപക്ഷെ എത്രയോ കാലം കാത്തിരുന്നാലായിരിക്കും MTയെ പോലെ ഒരു എഴുത്തുകാരൻ നമുക്കുണ്ടാകുക. അങ്ങനെ ഒരാൾ പിറവി കൊള്ളണം എന്ന് തന്നെയില്ല. കാരണം കൈവച്ച മേഖലകളിലൊക്കെ തന്നെ അക്ഷര തേജസ്സായി മാറി MT എന്നുള്ളത് വലിയ ഇതിഹാസമാണ്. മലയാള സർഗ്ഗലോകത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഗവേഷണം നടത്തുന്ന ഒരാളിനും MTയെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കുറേ കൃതികൾ ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഒരുപക്ഷേ ഭാവിയിൽ MTയുടെ സാഹിത്യം, MTയുടെ രചനകളും MTയുടെ തിരക്കഥകളുമൊക്കെ പുതിയ കാലഘട്ടത്തിലും ആളുകളെ വിസ്മയിപ്പിച്ചു എന്ന് പറയാം. ഗോപികൃഷ്ണൻ, ഒരുപക്ഷെ എനിക്കൊന്ന് സാഹിത്യത്തിന് അപ്പുറം MTക്കൊരു ജീവിതം ഉണ്ടായിരുന്നു. സിനിമയിലൂടെ ആളുകൾ ഒരുപാട് MTയെ മനസ്സിലാക്കിയിരുന്നു. എന്നോട് തന്നെ ശോഭന പരമേശ്വരൻ നായരെ പോലെയുള്ള ചില നിർമ്മാതാക്കളൊക്കെ തന്നെ MTയുടെ തിരക്കഥകളുടെ പ്രത്യേകതകൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് തിരക്കഥ എന്നൊരു സങ്കേതം വശമില്ലാത്ത ഒരു കാലത്തും അദ്ദേഹം എഴുതി വച്ചത് തിരക്കഥ എന്ന് പറയുന്നത് ഒരു തിരനാടകം അദ്ദേഹം എഴുതുമ്പോൾ അതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് തിരക്കഥകൾ എഴുതിയ പരിചയസമ്പന്നെ പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തിരക്കഥ വന്നപ്പോഴും. മുറപ്പണിലൊക്കെ തന്നെ നമ്മളിത് കണ്ടതാണ്. MT വാസുദേവൻ നായരെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സാഹിത്യ സർഗ്ഗജീവിതത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ജോർജ് ബെർണാഡ് ഷായെ കുറിച്ച് പറയാം. കാരണം അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കയ്യിൽ കിട്ടിയ കൈവിളക്ക് പരമാവധി കത്തിച്ച ശേഷം ഞാനത് പുതിയ തലമുറയ്ക്ക് കൈമാറുന്നു എന്നാണ്. അതായത് ഏറ്റവും അർത്ഥവത്തായ ഒരു ജീവിതം പൂർത്തിയാക്കി പോകുന്നതിനെക്കുറിച്ചാണ് ബെർണാഡ് ഷാ പറഞ്ഞത്. അതുപോലെ സമ്പന്നവും അതുപോലെ അർത്ഥപൂർണവുമായ ഒരു ജീവിതം പൂർത്തിയാക്കിയാണ് 91-ാം വയസ്സിൽ MT വാസുദേവൻ നായർ വിട പറഞ്ഞിരിക്കുന്നത്. വളരെ തിരക്ക് പിടിച്ച ഒരു സാഹിത്യ പ്രവർത്തന ജീവിതമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കാരണം ആത്മാർത്ഥതയും അത്യധ്വാനവും എങ്ങനെയാണ് സർഗ്ഗശേഷിക്കൊപ്പം തന്നെ ഈ രണ്ട് ഗുണങ്ങൾ MT വാസുദേവൻ നായരെ വാനോളം ഉയർത്തിയിട്ടുണ്ട്. ലോകത്ത് എവിടെ നിന്ന് ഒരു മലയാളി നോക്കിയാലും അവരുടെ തലപ്പൊക്കത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു എഴുത്തുകാരനായി MT വാസുദേവൻ നായരെ പാകപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ ഈ കഠിനാധ്വാനവും സർഗ്ഗ ചേതനയുമാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം എല്ലാ മേഖലകളിലും MT വാസുദേവൻ നായർ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. അത് ചെറുകഥകളാകട്ടെ, നോവൽ സാഹിത്യമാകട്ടെ, തിരക്കഥയാകട്ടെ, ബാലസാഹിത്യമാകട്ടെ, യാത്രാ വിവരണമാകട്ടെ, നാടകമാകട്ടെ, അങ്ങനെ എല്ലാ സാഹിത്യത്തിൻ്റെ എല്ലാ സർവ്വ മേഖലകളിലും കയ്യൊപ്പ് പതിപ്പിച്ച സർഗ്ഗധനനായ എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മൾ നേരത്തെ പലരും അദ്ദേഹത്തെ അനുസ്മരിച്ചപ്പോൾ പറഞ്ഞ കാര്യം മിതഭാഷിയായ MT വാസുദേവൻ നായരെ കുറിച്ചാണ്. വളരെ ചെറിയ വാചകങ്ങളിൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, ഒരു വാക്ക് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമാണ് അദ്ദേഹം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ പ്രയോഗിക്കുകയോ ചെയ്തിട്ടുള്ളത്. ഏറ്റവും സന്ദർഭോചിതമായി വാക്കുകളെ അതിൻ്റെ കണിശതയിൽ പ്രയോഗിക്കുന്നു എന്നതാണ് MT വാസുദേവൻ നായരുടെ സവിശേഷമായ ഒരു വ്യക്തിത്വം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ആ സിനിമയിൽ വളരെ വാചാലരായിരുന്നു. കാരണം വളരെ ശക്തമായ സംഭാഷണങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ നമ്മൾ കണ്ടിരുന്നത്. ആദ്യത്തെ സിനിമയായ അദ്ദേഹത്തിൻ്റെ സ്വന്തം രചനയെ അവലംബിച്ചെഴുതിയ മുറപ്പെണ്ണായാലും അതിനുശേഷം അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തിട്ടുള്ള സിനിമകൾ, അത് നിർമാല്യമായാലും, കടവ്, ഒരു വടക്കൻ വീരഗാഥ, സതയം, പരിണയം തുടങ്ങിയ ചിത്രങ്ങൾ, ഏത് സിനിമകൾ എടുത്താലും അതിനകത്ത് നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥിതിയോട് വെട്ടുന്ന കഥാപാത്രങ്ങൾ, അവർ നേരിടുന്ന വൈകാരികമായ സന്ദിഗ്ധാവസ്ഥകൾ, അവർ നേരിടുന്ന ജീവിത വെല്ലുവിളികൾ, ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറാൻ ശ്രമിക്കുന്ന നായക കഥാപാത്രങ്ങൾ അവരുടെ ശക്തമായ ഡയലോഗുകളിലൂടെ, സംഭാഷണങ്ങളിലൂടെയാണ്
തന്നെയാണ് ആ കഥാപാത്രങ്ങൾ എന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മിക്കപ്പെടുന്നത്. ഒരു പക്ഷേ MTN കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് വേറിട്ട് നിർത്താൻ പറ്റുന്ന ഛേദസ്സുള്ള കഥാപാത്രങ്ങളെയാണ് MT വാസുദേവൻ നായർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യനായ ഒരു നടനായി വന്നിരുന്നത് സുകുമാരനായിരുന്നു. പിന്നീട് MTയുടെ കഥാപാത്രങ്ങൾ ആ തന്മയത്വത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് മമ്മൂട്ടിക്കാണ്. അത് MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ പല വേദികളിൽ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം സംഭാഷണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന കഥാപാത്രങ്ങളായിരുന്നു MTയുടെ സിനിമകളിൽ ഉണ്ടായിരുന്നത്. വടക്കൻ വീരഗാഥയിലായാലും സതയത്തിലായാലും പരിണയമായാലും നിർമാല്യമായാലും ഒക്കെ അതിലെ കഥാസന്ദർഭങ്ങൾക്കൊപ്പം തന്നെ അതിലെ സംഭാഷണങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, അങ്ങനെ മൂർച്ചയേറിയ വാക്കുകൾ, വാചകങ്ങൾ, സംഭാഷണങ്ങൾ MTയുടെ ഒരു സവിശേഷതയായിരുന്നു. അതോടൊപ്പം തന്നെ മൂർത്തമായ ഭാവങ്ങളെ ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് സിനിമകളിലൂടെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഓളവും തീരവും, അതുപോലെ ബന്ധനം, അദ്ദേഹത്തിൻ്റെ ആദ്യ കഥകളിലൊന്നായ വളർത്തുമൃഗങ്ങൾ, അനുബന്ധം, തൃഷ്ണ, അമൃതംഗമയ, പെരുന്തച്ചൻ, സുഹൃതം, എല്ലാ സിനിമകൾ എടുത്തു നോക്കിയാലും അതിനൊക്കെ തന്നെ വ്യത്യസ്തമായ കഥ ഇതിവൃത്തമുണ്ടെങ്കിലും അതിനടിസ്ഥാനപരമായി അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ആത്മാവെന്ന് പറയുന്നത് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യൻ, തിരസ്കൃതനായി പോകുന്ന മനുഷ്യൻ, ഏകാഗിയായി പോകുന്ന മനുഷ്യൻ്റെ വിഹുലതകൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴറിപ്പോകുന്ന സന്ദർഭങ്ങൾ, സ്നേഹമില്ലാതെ പോകുന്ന, ബന്ധനത്തിലകപ്പെട്ടു പോകുന്ന മനുഷ്യൻ, ഇങ്ങനെ വ്യക്തികളുടെ അവരുടെ വൈകാരികമായ പ്രതിസന്ധികളെയാണ് MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ രചനകളിലായാലും അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിലായാലും അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങളിലൂടെ ആയാലും ഒക്കെ അദ്ദേഹം എപ്പോഴും പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു അഭിമുഖത്തിൽ MT വാസുദേവൻ നായർ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു, SKN. അദ്ദേഹം പറഞ്ഞത്, ഈ കഥകളൊക്കെ ചേർത്ത് വെച്ച് കൂട്ടിവെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു ആത്മകഥയായി മാറുമെന്ന്. അത്രയും ആത്മകഥാംശമുള്ള രചനകളായിരുന്നു അത്. സിനിമയിലെ തിരക്കഥയായാലും കഥകളായാലും MT വാസുദേവൻ നായരുടെ പുറത്തു വന്നിരുന്നത്. അത് മലയാളിയെ സംബന്ധിച്ചൊരു കണ്ണാടി പോലെ, അവരുടെ സ്വന്തം, അവരുടെ ആത്മാവിലേക്ക് പോകാവുന്ന ഒരു കണ്ണാടി പോലെ അവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നായി അത് മാറിയിരുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണ്. അത് അവിടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവരൊക്കെ അവസാനമായി കാണാൻ അവിടെ എത്തുന്നുണ്ട്. നേരത്തെ നമ്മൾ MN കാരശ്ശേരി മാഷിനെ കണ്ടു. കാരശ്ശേരി മാഷ് നേരത്തെ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയും അവിടെ MDയെ കാണാൻ കയറിയതാണ്. അപ്പോൾ വിളിച്ചപ്പോൾ അദ്ദേഹം ഒരു വിളി കേട്ടു എന്നാണ് കാരശ്ശേരി മാഷ് പറഞ്ഞത്. അത് ഇനി വിളി കേട്ടതാണോ അതോ അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത കൊണ്ട് അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചതാണോ എന്നറിയില്ല എന്ന് പറയുന്നത്. അങ്ങനെ